ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ട് ബ്രദറാറ്റം വൈഫൈ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ കട്ട് ചെയ്യുന്നത് വരെ അവർ കാത്തിക്കേണ്ടി വരുന്നു, അവർക്ക് ആ സമയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ്, നമ്മൾ സെറ്റിങ്സിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കോളും അതുപോലെ ഇൻ്റർനെറ്റും ഒരേ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സിൽ കണക്ഷൻസ്, സാംസങ് ഫോണായതുകൊണ്ട് കണക്ഷൻസ്. റെഡ്മി ഫോണുകളിൽ സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ്, അതുപോലെ നോക്കിയ ഫോണുകളിലാണെങ്കിൽ സിം കാർഡ്സ് അങ്ങനെ ഉണ്ടാകുക. അതേതാണോ നിങ്ങളത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന മൊബൈൽ നെറ്റ്വർക്ക്സ് ഓപ്പൺ ചെയ്യുക. പിന്നീട് ആക്സസ് പോയിൻറ്റ് നെയിംസ് ഓപ്പൺ ചെയ്യുക. ഓപ്പണായി വന്നിട്ടുണ്ട്. എയർടെൽ ഇൻ്റർനെറ്റും എയർടെൽ MMSഉം അങ്ങനെ രണ്ട് ആക്സസ് പോയിൻറ്റ് നെയിംസാണ് നമ്മൾ എയർടെൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലിപ്പോൾ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എയർടെൽ ഇൻ്റർനെറ്റാണ്. എയർടെൽ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരുന്ന സമയത്ത് ബിയറർ എന്ന് കാണും, അത് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി അൺസ്പെസിഫൈഡ് എന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതൊന്ന് ഡിസേബിൾ ചെയ്തതിന് ശേഷം LTE സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ഇത്രയും വേണ്ടും. ഇനി നമുക്ക് കോൾ വിളിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ഒരേ സമയം യൂസ് ചെയ്യാം. അപ്പോൾ നോക്കി നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഈ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. അതുപോലെ ഷെയർ ബട്ടൺ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം അഭിമുഖീകരിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ള പ്രോത്സാഹനം. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക.